ബലീനോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് വരിക ഒരു ഹാച്ച് ബാക്ക് ആയിരിക്കും. പക്ഷേ OG ബലീനോ അതൊരു സെഡാനാണ്. ഈ ബലീനോയും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. ബിക്കോസ് വി ആർ ഓഫ് ദ സെയിം ഏജ്. നോർമലി നമ്മൾ വാഹനത്തിൻ്റെ അണ്ടർ ദ ഹുഡാണ് ഹൈലൈറ്റ് ചെയ്യാറ്. പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ചേസിസ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണെങ്കിലും വെരി ബ്രില്യൻ മേക്കാണ്. വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ചേസിസ് ആണ് ഇതിനകത്ത് വരുന്നത്. മാത്രമല്ല ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വരുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന 1.6 പെട്രോൾ എഞ്ചിനാണ്. 16 വാൽവാണ് വരുന്നത്. ഒരു ബുള്ളറ്റ് പ്രൂഫ് അല്ലെങ്കിൽ ഒരു സോളിഡ് ബിൽഡ് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. സ്ട്രോങ് ആയിട്ടുള്ള കാസ്റ്റൈൻ ബ്ലോക്കാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ റവ് ഹാപ്പിയാണ് ഇന്നും. ശരിക്കും ഒരു ട്രൂ റാലി DNA ഉള്ള വാഹനമാണ് നമ്മുടെ ബലീനോ 1.6 എന്ന് പറയുന്നത്. മാത്രമല്ല നല്ല ട്യൂണിങ് പൊട്ടൻഷ്യലും ഈ വാഹനത്തിനുണ്ട്. ശരിക്കും അൺറേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു ട്രൂ ഡ്രൈവേഴ്സ് കാറാണ് നമ്മുടെ 1.6 ബലീനോ. അതിൽ തന്നെ റയറസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ജെൻ ബലീനോ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതൊരു 2001 മോഡലാണ്. അതായത് നമ്മളവിടെ കൂടുതലും കാണാറ് സെക്കൻഡ് ജനറേഷൻ ബലീനോ ആണ്. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ചും കൂടി CKD യൂണിറ്റ്സ് ഉണ്ട്. അതായത് പാർട്സ് ഡയറക്റ്റ് ഫ്രം ജപ്പാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് അസംബിൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് ഇപ്പോഴും ഒരു ജാപ്പനീസ് ക്വാളിറ്റി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്ര ഒരു 26 വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഇതെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. ആ ക്വാളിറ്റി ഇതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെ റയർ ആയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ സിംഗിൾ ഓണർഷിപ്പ് ബലീനോ ആണ് ഈ കിടക്കുന്നത്. ദിസ് കാർ ഫോർ സെയിൽ. വളരെ ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്.